ഇന്ന് നാം വായിച്ചു കേട്ട വിശുദ്ധ എവങ്കേലിയോൻ ഭാഗം വിശുദ്ധ മർക്കോസ് എവങ്കലിസ്ത എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 13 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ. പ്രത്യേകിച്ച് ഉയർപ്പ് പെരുന്നാളിന് ശേഷമുള്ള ഈ നാളുകളിലൂടെ നാം കടന്നു പോകുമ്പോൾ ആ ഒരു ഉയർപ്പിൻ്റെ അനുഭവത്തെ കൊണ്ടാടുവാനും ആ ഒരു അനുഭവം ജീവിതത്തിൽ അനുഭവവേദ്യമാക്കുവാനും നമുക്ക് ഓരോരുത്തർക്കും ഇടയാകേണ്ടത് അത്യാവശ്യമായിട്ടുള്ള ഒരു സംഗതിയാണ്. പ്രത്യേകിച്ച് വിശുദ്ധ വേദപുസ്തകത്തിൽ പറയുന്ന പോലെ ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞു പോയി അത് പുതുതായി തീർന്നിരിക്കുന്നു. ഒരു പുതുക്കത്തിൻ്റെ അനുഭവം, പഴയതിനെ ഉരിഞ്ഞു കളഞ്ഞ് വെണ്മയുള്ള വസ്ത്രം ധരിക്കുന്നവരായി, വെണ്മയുള്ളവരായി മാറുവാൻ നമുക്ക് ഓരോരുത്തർക്കും ഇടയാവണം. ഇന്നത്തെ വിശുദ്ധ എവങ്കേലിയോൻ 2 ഭാഗങ്ങൾ ആയിട്ടാണ് ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത്. ഈ 2 ഭാഗങ്ങളിലും നോക്കുമ്പോൾ ഉടനീളം കാണുന്നത് ഈ തുടക്കത്തിൽ പറഞ്ഞ പോലുള്ള സംഗതികൾ തന്നെയാണ്. ഒന്നാമതായിട്ട് പാപികളെ സ്വാഗതം ചെയ്യുന്ന ഒരു ഭാഗമായിട്ടാണ് ഒന്നാമത്തെ ഭാഗത്തെ ക്രമീകരിച്ചിരിക്കുന്നത്. അവിടെ നാം പരിശോധിക്കുമ്പോൾ അല്ലെ അതിനെക്കുറിച്ച് പഠിക്കുമ്പോൾ കാണുവാൻ സാധിക്കുന്നത് ഇതാണ്. ഇവിടെ യേശു തമ്പുരാൻ വീട്ടിൽ പന്തിയിലിരിക്കുമ്പോൾ ശാസ്ത്രിമാർ വന്ന് യേശു തമ്പുരാനോട് അല്ലെങ്കിൽ ശിഷ്യ സമൂഹത്തോട് യേശു തമ്പുരാനെ കുറിച്ച് ചോദിക്കുകയാണ്. ചുങ്കക്കാരോടും പാപികളോടും കൂടെയാണല്ലോ ഇവൻ തിന്നുകയും കുടിക്കുകയും ഒക്കെയും ചെയ്യുന്നത്. അത് ശരിയായ നടപടിയാണോ എന്നുള്ള രീതിയിൽ അവർ ചോദിക്കുമ്പോൾ ഇതറിഞ്ഞ യേശു തമ്പുരാൻ അവരോട് മറുപടി നൽകുകയാണ്. എന്താ? ദീനർക്കാർക്കല്ലാതെ സ്വസ്ഥരായിട്ടുള്ളവർക്ക് വൈദ്യനെ കൊണ്ട് ആവശ്യമില്ല. ഇവിടെ പറഞ്ഞു വെക്കുന്നത് മറ്റൊന്നുമല്ല, യേശു തമ്പുരാൻ സാക്ഷാൽ ഒരു ഫിസിഷ്യൻ. പരിശുദ്ധ പിതാക്കന്മാർ നമ്മളെ പഠിപ്പിക്കുന്നത് ചർച്ച എന്ന് പറയുന്ന സഭയെന്ന് പറയുന്നത് ഹോസ്പിറ്റൽ, ആശുപത്രിയാണ്. അതിലെ ഫിസിഷ്യനാണ്, ഡോക്ടറാണ് ആരാ? യേശു തമ്പുരാൻ. നമ്മളാണ് ഇവിടുത്തെ രോഗികളായിട്ടുള്ള വ്യക്തികൾ. ദോസ് ഹു ആർ വെൽ, അതായത് ദോസ് ഹു ആർ സ്ട്രോങ് ഓർ ഇൻ ഗുഡ് കണ്ടീഷൻ, അവർക്ക് ഫിസിഷ്യന്റെ ആവശ്യമില്ല, ഡോക്ടറുടെ ആവശ്യമില്ല. സ്വസ്ഥരായിട്ടിരിക്കുന്നവർക്ക് ഡോക്ടറുടെ ആവശ്യമില്ല. പിന്നെ ആർക്ക് ആവശ്യമായിട്ടുള്ളത്? ബട്ട് ദോസ് ഹു ആർ സിക്ക്, ദോസ് ഹു ആർ വീക്ക്, അത് നമ്മൾ ഓരോരുത്തരുമാണ്. അതുകൊണ്ട് നമുക്ക് ഓരോരുത്തർക്കും യേശു തമ്പുരാനാകുന്ന ഫിസിഷ്യന്റെ പരിശോധനകളും അവന്റെ മരുന്നുകളും അവന്റെ ചില നടപടിക്രമങ്ങളും ഒക്കെയും ആവശ്യമായിട്ട് ഉള്ളവരാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. വിശുദ്ധനായ ഐറേനിയോസ് ഇപ്രകാരം പറയുന്നുണ്ട്, ഒരു ഡോക്ടർ രോഗിയെ ചികിത്സിക്കുമ്പോൾ ഡോക്ടർ ഗീവ്സ് വാട്ട് ഈസ് നീഡഡ് ടു ഹീൽ, നോട്ട് വാട്ട് ദ പേഷ്യൻ്റ് വാണ്ട്സ്. അതായത് ആ രോഗിക്ക് ആ രോഗവുമായി ബന്ധപ്പെട്ട് എന്താണോ ആവശ്യം അതാണ് ഡോക്ടർ നൽകുന്നത്. അല്ലാതെ ആ രോഗി ഇച്ഛിക്കുന്നതായിട്ടുള്ള കാര്യങ്ങളല്ല. അതുകൊണ്ട് നമ്മൾ ഈ ലോകത്തിലായിരിക്കുമ്പോൾ നമ്മുടെ പാപരോഗങ്ങളെക്കുറിച്ച് ബോധ്യമുള്ളവരായി, അനുതാപമുള്ളവരായി ജീവിക്കുവാനിടയാവണം. അതുപോലെ തന്നെ ആ ഫിസിഷ്യനാകുന്ന, ഡോക്ടറാകുന്ന യേശു തമ്പുരാൻ എന്താണോ നമ്മളോട് പറയുന്നത്, ഈ പാപരോഗത്തിൽ നിന്ന് നീ മാറി നിൽക്കുവാൻ, ഇതിൽ നിന്ന് രക്ഷപ്പെടുവാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് തമ്പുരാൻ പറയുന്നുവോ അത് അപ്പാടെ യാതൊരു കുറവും കൂടാതെ
നിർവഹിക്കുവാൻ നാം ഓരോരുത്തരും കടപ്പെട്ടവരാണ്. നമ്മൾ രോഗികളാണെന്നുള്ളൊരു ബോധ്യം എപ്പോഴും ഉണ്ടാവണം. പാപരോഗികളാണ് എന്നുള്ളൊരു ബോധമുണ്ടാവണം. അപ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ അനുതാപം ഉണ്ടാവുന്നത്. അതുപോലെ തന്നെ സെന്റ് ഗ്രിഗോറിയോസ് ഓഫ് നിസ ഇപ്രകാരം പറയുന്നുണ്ട്: ഒരു ഡോക്ടർ തൻ്റെ മുമ്പിൽ നിൽക്കുന്ന ഒരു രോഗിക്ക് അവൻ്റെ രോഗവുമായി ബന്ധപ്പെട്ട് ചില കത്രികൾ കൊണ്ടോ മറ്റ് ഉപകരണങ്ങൾ കൊണ്ടോ ചില മാർഗങ്ങളിലൂടെയോ അവന് ചില വേദന ഉണ്ടാവുമെങ്കിലും ആ ഒരു രീതിയിൽ അവൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങളെ റിമൂവ് ചെയ്യുന്നു എങ്കിൽ, അതുപോലെയാണ് തമ്പുരാനും നമ്മുടെ ജീവിതത്തിൽ ചില ശോധനകൾ വരുത്തുന്നത്. നമ്മുടെ പാപത്തിൽ നിന്ന്, നമ്മുടെ ന്യൂനതകളിൽ നിന്ന് നമ്മളെ രക്ഷപ്പെടുത്തുവാനും തികവുള്ളവരാക്കി മാറ്റുവാനും വേണ്ടി ചില വേദനകളും പ്രയാസങ്ങളും തമ്പുരാൻ നമുക്ക് നൽകാറുണ്ട്. അത് നാം തിരിച്ചറിയണം. രോഗികളായ നാം ഓരോരുത്തരെയും തേടി വന്നവനാണ് യേശു തമ്പുരാൻ. രോഗികളായിരിക്കുന്ന നാം ഓരോരുത്തരും അവന്റെ മുമ്പാകെ ചെന്ന് വിശുദ്ധ കുംഭസാരം നടത്തി നമ്മുടെ പാപരോഗങ്ങളെ ഏറ്റുപറഞ്ഞ് സൗഖ്യം പ്രാപിക്കുവാൻ, തന്റെ തിരുശരീരക്തങ്ങളെ അനുഭവിക്കുവാൻ ഇടയാവണം. രണ്ടാമതായിട്ട് രണ്ടാമത്തെ ഭാഗത്തിൽ നാം കാണുന്നത് ജീസസ് ട്രാൻസെൻഡ്സ് ദ ഫാസ്റ്റ്. അവിടെ ഒരു ഉപവാസത്തെ കുറിച്ച് പറയുന്നുണ്ട്. ജൂയിഷ് ട്രഡീഷൻ അനുസരിച്ച്, ആ യഹൂദന്മാരുടെ ജീവിത പശ്ചാത്തലം അനുസരിച്ച് നമ്മൾ നോക്കുമ്പോൾ കാണുന്നത് അവരുടെ ജീവിതത്തിൽ ആഴ്ചയിൽ 2 വട്ടം അവർ ഉപവസിക്കാറുണ്ട്. തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും. വിശുദ്ധ ലൂക്കോസ് എവങ്കലിസ്റ്റ് എഴുതിയ സുവിശേഷം 18-ാം അധ്യായം 12-ാം വാക്യത്തിൽ അത് പ്രതിപാദിക്കുന്നു. അതുകൂടാതെ ചില സ്പെഷ്യൽ ഒക്കേഷനുകളിൽ അവർ ഈ പറഞ്ഞ പോലെ ഉപവാസം അനുഷ്ഠിക്കാറുണ്ട്. അതായത് വിലാപത്തിൻ്റെതായിട്ടുള്ള സമയത്ത്, ചില പശ്ചാത്താപത്തിൻ്റെതായിട്ടുള്ള സമയത്ത്, ഇങ്ങനെയൊക്കെയും അവർ ഉപവാസം നടത്താറുണ്ട്. പ്രത്യേകിച്ച് ഇവർക്ക് ഉപവാസമില്ലാത്ത ഒരു അനുഭവം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പ്രത്യേകിച്ച് അവരുടെ ഒരു കൺസെപ്റ്റ് അനുസരിച്ച് യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം മശിഹായുടെ ഒരു ദിനമുണ്ട്. ആ ഒരു ദിനമാണ് വെഡിങ് ഫീസ്റ്റ്, എ ടൈം ഓഫ് ജോയ് ആൻഡ് ഗ്ലാഡ്നെസ്. അത് കൊണ്ടാടുന്ന ഒരു അനുഭവത്തെക്കുറിച്ച് അവർ പ്രതിപാദിക്കുകയും അവർ ആഗ്രഹിക്കുകയും ഒക്കെയും ചെയ്യുന്നത്. ഇവിടെ യേശു തമ്പുരാൻ പറയുകയാണ്, ഈ ഒരു വെഡിങ് ഫീസ്റ്റിനെ കുറിച്ച് കൃത്യമായിട്ട് പറയുന്നുണ്ട്. ആ മണവാളൻ, ബ്രൈഡ് ഗ്രൂം, അത് മശിഹായാണ്. അതുപോലെ തന്നെ ആ മശിഹ ഈ നിൽക്കുന്ന ഞാനാണ്, അല്ലെങ്കിൽ ക്രിസ്തുവാണ് എന്ന് യേശു തമ്പുരാൻ അവിടെ വെളിപ്പെടുത്തുകയാണ്. ഒരു വെളിപ്പെടുത്തൽ അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ ആ മശിഹായെ, ആ ബ്രൈഡ് ഗ്രൂം ആയിരിക്കുന്ന യേശു തമ്പുരാന്റെ മണവാട്ടിയാണ് സഭ. മണവാട്ടിയായിരിക്കുന്ന ഈ സഭ തമ്പുരാന് കീഴ്പ്പെട്ടുകൊണ്ട്, തമ്പുരാൻ ഈ പറഞ്ഞതുപോലെ എന്താണോ നമ്മോട് പറയുന്നത് അത് ശിരസാ വഹിച്ചുകൊണ്ട് ചെയ്യുവാൻ നാം ഓരോരുത്തരും ബാധ്യസ്ഥരാണ് എന്നുള്ള തിരിച്ചറിവോടുകൂടെ നമ്മെ തന്നെ ഭരമേൽപ്പിച്ചുകൊണ്ട് ജീവിക്കുവാനിടയാവണം. നമുക്കറിയാം, ഉയർപ്പ് പെരുന്നാളിന് ശേഷമുള്ള ഈ 50 ദിനങ്ങൾ നമ്മൾ ഉപവസിക്കാറില്ല. അതുപോലെ തന്നെ തിരുശരീരക്തങ്ങൾ അനുഭവിച്ചതിന് ശേഷവും നമ്മൾ ഉപവസിക്കാറില്ല. അവയൊക്കെ നമ്മുടെ ജീവിതത്തിൽ എന്തിനു വേണ്ടിയാണ്, എന്തുകൊണ്ടാണ്, അതിൻ്റെ വിശ്വാസം എന്താണ് എന്നൊക്കെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ പാപലോകത്തിൽ അവിശ്വാസികൾക്ക് ഈ വിശ്വാസത്തെ പകർന്നു നൽകുവാൻ നമുക്ക് ഇടയാവണം. പ്രത്യേകിച്ച് ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം ഈ ഉപവാസം എന്ന് പറയുന്നത് ഒരു ബേർഡൻ അല്ല, അവന് വേദന ഉളവാക്കുന്ന ഒന്നല്ല, അവന് ഭാരമായിട്ടുള്ള ഒന്നല്ല. അതിനേക്കാൾ ഉപരിയായി ഡിസൈറബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്, അവന് അഭികാമ്യമായിട്ടുള്ള ഒരു സംഗതിയാണ് ഉപവാസം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ വെഡ്ഡിങ് ഫീസ്റ്റിലേക്കുള്ള ഒരു ഒരുക്കം കൂടിയാണ് ഉപവാസം എന്ന് പറയുന്നത്. ഈ ഉപവാസത്തിലൂടെ നമുക്ക് ലഭിക്കുന്നത് 2 കാര്യങ്ങളാണ്. സെൽഫ് കൺട്രോൾ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഈ പറഞ്ഞതുപോലെ
ആ വെഡ്ഡിംഗ് ഫീസ്റ്റിലേക്കുള്ള ഒരുക്കം നടത്തുകയും കൂടിയാണ്. അപ്രകാരം ഒരു പുതിയ സൃഷ്ടിയായി മാറുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓരോരുത്തരെയും ഇടയാക്കട്ടെ. ആ മണവാളന് വേണ്ടി കാത്തിരിക്കുവാൻ, ആ ഫിസിഷ്യനിൻ്റെ അടുത്ത് ചെന്ന് നമ്മുടെ രോഗങ്ങളെ ഏറ്റുപറഞ്ഞ് മുക്തി പ്രാപിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓരോരുത്തരെയും ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവം നമ്മെ ഇവരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ.